അതെ സാധാരണ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ അവിടെ കിട്ടില്ല. ഇവിടെ അമ്മാരി മഴയല്ലേ. നോ പ്രോബ്ലം, പ്രശ്നമില്ല, മാറ്റി തുടങ്ങാം. കുഴപ്പമില്ല. അല്ല അനി ഇവിടെ വന്നോടാ? അനി ഇതിനു മുൻപേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സതീശ് വന്നോ? ഞാൻ ഒരു പ്രാവശ്യം കുറെ മുന്നേ അന്ന് ഇലക്ട്രിസിറ്റി പ്രോജക്ട് ഇവിടെ വന്നു. ഞാൻ നിലമ്പൂർ ഇവിടെ ഒരു പ്രോജക്റ്റിൽ വന്നിക്കണേ, പക്ഷെ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടില്ല എന്നാണ് ഞാൻ പിന്നെ സതീശോ അനിയോ റിയാസ്ക ഇവിടെ ശരിക്കും പറഞ്ഞാലേ നമ്മള് ഈ പരിസരത്ത് വെച്ച് നോക്കുമ്പോ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ ആര്യപ്പാറ. കാരണം ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അവിടെ വൈദ്യുതി ഉത്പാദനത്തിന്റെ ഒരു കേന്ദ്രം വരുന്നുണ്ട്. അതുണ്ട്. അത് അടുത്ത കാലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് കേരള സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോ ഇവിടെ നമ്മളിപ്പോ പാർക്കിംഗ് ഏരിയ സംഭവം എത്തി കഴിഞ്ഞു തോന്നുന്നില്ലേ? ലൊക്കേഷൻ എത്തി കഴിഞ്ഞില്ലേ? ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കുന്ന എൻട്രൻസ് ഫീസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആര്യപ്പാറയിൽ നിന്ന് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കൂലി പാസ്സാക്കാം. കാലാവസ്ഥ നമുക്ക് അതിന് അനുകൂലമല്ല. എന്നിരുന്നാലും നമുക്ക് കുളിക്കുന്നവരൊക്കെ കാണാം, കുളിക്കുന്ന ആൾക്കാരെ കാണാം. അത് നല്ലൊരു രസമാണ്. വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല. ഒന്നാമത് സീസൺ അല്ലല്ലോ അറിയാം. സീസൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ വരും. ഓണം, വിഷു, പെരുന്നാളാണ് നമ്മളെ ഒരു പണിയില്ലാതെ നടക്കുന്ന ആൾക്കാരല്ലോ. പാർക്കിംഗ് ഫീ എത്ര? അനി പാർക്കിംഗ് ഫീ എത്ര? ഡ്രസ്സൊക്കെ എടുക്കണില്ലേ? പക്ഷെ ഞാൻ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങണില്ല കേട്ടോ. അല്ല നോക്കാം, നമുക്ക് അത് നോക്കിട്ട് ചെയ്യാം നമുക്ക്. അതെ അതെ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ സതീശ, എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. അവിടെ ഞാൻ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വാ